നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. എന്റെ നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കൾ, ഇത് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ഒരു വിഭാഗം ഉണ്ടത്രേ, എനിക്കറിയില്ല. അപ്പോ എന്റെ ഒരുപാട് ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളായാലും പ്രേക്ഷകരായാലും ഒക്കെ പറയുന്ന ഒരു കമന്റ് കൂടിയാണത്. എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയല്ല, നല്ലവരായ മുസ്ലിങ്ങളും ഉണ്ട് എന്നൊക്കെയാണ്. എന്നാൽ ഈ പറയുന്ന വിഭാഗം നല്ലവരായ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ, ഞാനിവിടെ ഒരു ഞമ്മന്റെ ഒരു മദനി എന്ന് പറയുന്ന ഒരു കാക്കായി ഉണ്ടല്ലോ, നൂറുകണക്കിന് ആളുകളെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലാക്കൊല ചെയ്ത് തീരാ ദുഃഖത്തിലേക്ക് നൂറുകണക്കിന് കുടുംബങ്ങളെ പറഞ്ഞയച്ച, ഇന്ന് കർണാടക ജയിലിൽ വിചാരണ തടവുകാരനായി ചത്തോ ചത്തില്ലേ എന്ന രീതിയിൽ നരകിച്ച് സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ് എന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള, കൃത്യമായിട്ടും നമ്മൾക്ക് പോലും ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്കും ഇതുപോലെ സുഡാപ്പികൾക്കും ജിഹാദികൾക്കും ഭീകരന്മാർക്കും ഒക്കെ കാണിച്ച് ഇവിടെ തന്നെയാണ് സ്വർഗവും നരകവും ഒക്കെ എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ആ ഒരു ഭീകരൻ ഉണ്ടല്ലോ, ആ ജന്തു, ആ നികൃഷ്ട ജീവി, അതല്ലെങ്കിൽ കൊടും ഭീകരൻ സംസാരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഒന്ന് കേട്ടിട്ട് നമുക്ക് ഓടിപ്പാഞ്ഞിങ്ങോട്ട് വരാം. എന്നിട്ട് നമ്മുടെ നല്ലവരായ മുസ്ലിങ്ങളെ, നിങ്ങളോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, വേഗം വരാം. ഇതൊക്കെ വിട്ടുകളയാ, കുറച്ചുണ്ട്, കേട്ടിട്ട് വരാം. ശ്വാസം കിട്ടാതെ അറബിയിൽ എന്തൊക്കെയാ പറയുന്നുണ്ട്, ആർക്കും മനസ്സിലാവാത്തോണ്ടിന് കുഴപ്പമില്ല. ഇനി കേക്ക് സാധാരണ വ്യക്തിയോടുള്ള ബന്ധമല്ല ഈ നിൽക്കുന്ന വിശ്വാസികൾക്ക്, കിടക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ താമസിക്കുന്ന കോടാനുകോടിയിലധികം വരുന്ന കോടാനുകോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് മഹാനായ പ്രവാചകൻ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം ഭാര്യമാരോടുള്ള ബന്ധം പോലല്ല, മക്കളോടുള്ള ബന്ധം പോലല്ല, മാതാപിതാക്കളോടുള്ള ബന്ധം പോലല്ല, രാഷ്ട്രീയ മേലാളന്മാരോടുള്ള ബന്ധം പോലല്ല. പിന്നെയോ ബന്ധം വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും ആരെങ്കിലും യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ, പ്രവാചകനെയും അല്ലാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ആരെങ്കിലും അധിക്ഷേപിച്ചാൽ, മറ്റുള്ളവരൊക്കെ അധിക്ഷേപിക്കാം. ജനവിഭാഗത്തോട് സന്ധിയാകാൻ ഒരിക്കലും വിശ്വാസികളെ കൊണ്ട് കഴിയില്ല. ആ അധിക്ഷേപിക്കുന്നത് ന്യൂമാൻസ് കോളേജിലെ കേൾക്കണം, എംബോക്കി പ്രൊഫസർ. ഇവന്റെ പോലെ തീവ്രവാദിയല്ല, കൈയടിക്കുന്നുണ്ട് കുറെ ജിഹാദികൾ ഇരുന്നിട്ട് കേട്ടോ. പാസ്റ്റർ, ക്രിസ്ത്യാനികളൊക്കെ കേട്ടോ, പെന്തിക്കോസുകാരൊക്കെ കേട്ടോ. പിതാക്കന്മാരായാലും പാസ്റ്ററായാലും മാത്രമല്ല, ഹ്യൂമാൻ കോളേജിലെ പ്രൊഫസറായാൽ മാത്രമല്ല, പ്രവാചകനെ ആക്ഷേപിക്കുന്ന സ്വന്തം പിതാക്കന്മാരായാലും മക്കളായാലും കുടുംബക്കാരായാലും ബന്ധുക്കളായാലും ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരോട് സന്ധിയാകാൻ വിശ്വാസികൾക്ക് കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ സന്ധിയാകാതെ ഏത് ഘട്ടത്തിലാണിതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം. അബൂബക്കറിന്റെ തിരുമുമ്പില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൊട്ട് മുമ്പിൽ അബൂബക്കറിയിരിക്കുമ്പോൾ അബൂബക്കറിന്റെ പിതാവിനായ വിജിഗീഷുവായി യുദ്ധവീരനായ യുദ്ധതന്ത്രത്തിലായ പിതാവ് വന്ന് വെല്ലുവിളിക്കുകയാണ് മഹാനായ പ്രവാചകനെ. ചരിത്രം പറഞ്ഞെടുക്കാൻ സമയമില്ല, ചരിത്രം പറയാൻ സമയമില്ല, ജയിലിൽ പോണ്ടേ. പ്രവാചകനെ വെല്ലുവിളിച്ചിട്ട്, മുഹമ്മദേ, നിന്റെ കൂടെ ആണത്തമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ, എന്റെ കൂടെ ഒന്ന് പോരാടാൻ വരട്ടെ എന്ന് വെല്ലുവിളിക്കുമ്പോൾ അബൂബൈദ പ്രവാചകനോട് ചോദിക്കുന്നു, ഞാൻ പോകട്ടെയോ നബിയെ? എന്റെ ഉപ്പാണ്, എന്റെ പിതാവാണ്, എന്റെ അപ്പാണ്, എന്റെ അച്ഛനാണ് ആ വെല്ലുവിളിക്കുന്നത്, ഞാൻ പോകട്ടെയോ നബിയെ? ഞാൻ പോയി നേരിടട്ടെയോ? പ്രവാചകൻ പറഞ്ഞു, രണ്ടാമത് നിന്റെ പിതാവാണ്, നീ പോകണ്ടാവിരിക്കുക. രണ്ടാമത് വീണ്ടും പിതാവ് വെല്ലുവിളിച്ചു, അപ്പോഴും മകൻ ചോദിച്ചു, പോകട്ടെയോ? ഇല്ല, നീ എവിടെ ഇരിക്കുക, പോകട്ടാ, നിന്റെ പിതാവാണ്, അവൻ പറഞ്ഞിട്ട് പൊക്കോട്ടെ. പക്ഷേ മൂന്നാമത് പ്രവാചകന്റെ പേരും അവിടുത്തെ കുടുംബപ്പേരും ചേർത്തുകൊണ്ട് ആക്ഷേപിച്ചു. ആരും ആണത്തമുള്ളതിന്റെ കൂട്ടത്തിലില്ലേ എന്നോട് നേരിടാനെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പ്രവാചകന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അബൂബൈദത്തുൽജറാഹിലേക്ക് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുന്നിലേക്ക് വാളെടുത്ത് കൊണ്ടിറക്കി തന്നെ പഠിപ്പിച്ച, തന്നെ പരിരക്ഷിക്കാൻ പഠിപ്പിച്ച, തന്നെ ചുവട് വെക്കാൻ പഠിപ്പിച്ച, യുദ്ധത്തിന്റെ ഓരോ ചലനങ്ങൾ തന്നെ പഠിപ്പിച്ച, പോരാട്ടത്തിന്റെ
വന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിലേക്ക് ശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ് മകൻ. നീണ്ടു നിൽക്കുന്ന പോരാട്ടം, മകനും പിതാവും തമ്മിൽ ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രം നടന്നിട്ടുള്ള പോരാട്ടം. ശരിയാ, വിരളമല്ല, ആകെ നടന്നിട്ടുള്ളൂ. ആളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ അന്തരീക്ഷത്തിലൂടെ ഏതാനും മിനിറ്റുകൾ നീണ്ട പോരാട്ടത്തിന്റെ ഒടുവിൽ മിനിറ്റുകളായപ്പോ ഫുട്ബോൾ പോലെ പറക്കുകയാണ്. എന്താണ്? ഉപ്പാന്റെ തല, അച്ഛന്റെ ബാപ്പാന്റെ തലയാണ് പറന്നത്. അതായത് സ്വന്തം മകൻ ബാപ്പാന്റെ തല ഫുട്ബോൾ പോലെ വെട്ടി പറപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞമ്മന്റെ ഈ മദനി കാക്കായി പറയുന്നത്. ഇസ്ലാമിക കൊടും ഭീകരന്മാരെ കേട്ടോളൂ, സ്വന്തം ബാപ്പ നിന്നെ പിച്ച വെക്കാൻ പഠിപ്പിച്ച, നിനക്ക് അന്നം വാരി തന്ന, നിന്നെ കോരിയെടുത്ത് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, മേലെ വെച്ചാൽ പേനരിക്കും എന്ന് കൊണ്ടു നടന്ന നിന്റെ ഉപ്പാന്റെ തലയാണ് ആ ഫുട്ബോൾ പോലെ പറത്തിയത്. എന്തിനു വേണ്ടിയിട്ടാ? ഇതുപോലെ ഈ പറയുന്ന ജോസഫ് മാഷ് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യപേപ്പറിൽ മമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഉൾപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈകാലുകൾ ഛേദിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മുഴം തോർത്തുമുണ്ടിൽ ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിന്റെ മകനെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ പോലീസുകാർ അതിദാരുണമായി പീഡിപ്പിച്ച് അടിച്ച് അവശനാക്കി കൊല്ലാനാക്കി. ആ കേസ് അതിനുശേഷം, അതായത് ന്യൂമാൻസ് കോളേജിലെ ജോസഫ് മാഷിന്റെ കൈകാൽ വെട്ടിയതിനു ശേഷം നടന്ന പ്രസംഗമാണിത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട്, അതായത് മമ്മദ് എന്ന് എവിടെ പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യേണ്ടത് ഇതാണ്, ഫുട്ബോൾ പോലെ പറത്തണം അവന്റെ തല എന്നാണ് ഈ ഭീകരൻ പറയുന്നത്. ഞാൻ പൊന്നു മുസ്ലിങ്ങളെ, സഹോദരങ്ങളെ ചോദിക്കട്ടെ, എന്റെ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ എന്റെ നാട്ടുകാരെ, എന്നെ സ്നേഹിക്കുന്ന, അതല്ലെങ്കിൽ എന്നെ കാണുന്ന, എന്നെ വിമർശിക്കുന്ന, എന്നെ പച്ചത്തെറി വിളിക്കുന്ന നിന്റെയൊക്കെ ഉമ്മാന്റെയും പെങ്ങളെയും അതല്ലെങ്കിൽ മകളുടെയും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ എന്റെ വീട്ടുകാരെ കൂട്ടി വിളിക്കാറുണ്ടല്ലോ. അവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഭീകരനാണല്ലോ നിന്റെയൊക്കെ നേതാവ്. ഈ ഭീകരനെ തള്ളിപ്പറയാൻ നീയൊക്കെ എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടോ? വേണ്ട. 1921 എന്ന് പറഞ്ഞൊരു മഹാപാതകം നടത്തിയ ഒരു വീരനുണ്ടല്ലോ ഇവിടുത്തെ, നിന്റെയൊക്കെ ഒരു വീരൻ. ആരാണ്? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കൊന്ന ആളുകളുടെ എണ്ണം എത്രയെന്ന് അറിയാമോ? 13,000-ലധികം എന്നാണ് കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഞാൻ രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ RSS കാരൻ രേഖപ്പെടുത്തിയല്ല. പിന്നെ ആരാ ഇത് രേഖപ്പെടുത്തിയത്? അന്നത്തെ കോൺഗ്രസ്, ഇവിടത്തെ മെയിൻ നേതാവായിട്ടുള്ള കെ മാധവൻ നായർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ നേതാവുണ്ട്. അദ്ദേഹം നേരിട്ട് പോയി കിണറിലൊക്കെ ജീവനോടെ ജീവനോടെ അങ്ങോട്ട് ഈ മുളങ്കമ്പ് കൂർപ്പിച്ച് കുത്തിക്കൊണ്ട് കയറി വരാൻ ശ്രമിക്കുന്ന ആളുകളെ പകുതിയോടെ കഴുത്തൊക്കെ വെട്ടിയിട്ട കുറെ എണ്ണത്തേക്ക് പച്ചയ്ക്ക് ചത്തൊടുങ്ങുന്നതിന് മുൻപ് പോയി കണ്ട ഒരാളാണ് മാധവൻ നായർ, കെ മാധവൻ നായർ. നീയൊക്കെ ചരിത്രത്തിൽ വെറുതെ കെ മാധവൻ നായർ 1921 എന്ന് ഗൂഗിളിൽ ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. കൃത്യമായിട്ടും എന്താണ് കെ മാധവൻ നായർ എഴുതിയ പുസ്തകം 1921 നടന്ന മഹാകൊലപാതകം, ഹിന്ദു വംശഹത്യ എന്നുള്ളത് കൃത്യമായിട്ടും കാണിച്ചു തരും. ആ ഭീകരനെ, ആ കാലത്തെ ഇസ്ലാമിക കൊടും ഭീകരൻ, ഇന്ന് അയാളൊക്കെ ഈ കാലത്തൊക്കെ ആയിരുന്നു അയാൾ ഉണ്ടായിരുന്നതെങ്കിൽ ഐസിസുകാരൊക്കെ ഇവിടെ വന്നിട്ട് അയാളെ നേതാവാക്കി ഈ കേരളത്തിൽ ഹെഡ് ഓഫീസായിട്ട് പ്രഖ്യാപിക്കും. കാരണം അയാൾ ചെയ്ത അത്ര ഒരു കൊടുംപാതകം പറയുമ്പോൾ ഇട്ടാവട്ടത്തിലാണ്, മലബാർ എന്ന് പറയുന്ന ഈ ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് 13,000-ലധികം വരുന്ന, അത് ഔദ്യോഗികമായിട്ട് കണക്കാക്കിയതല്ല, അതിന്റെ മേലെയാണ് വരുന്നത്. അത്തരത്തിൽ മതം മാറാൻ വേണ്ടി കൊണ്ടുപോവുകയും അവരുടെ സ്ത്രീ ജനങ്ങളെ ബലാത്സംഗം ചെയ്യുകയും കുഞ്ഞു മക്കളെ പോലും വെറുതെ വിടാതെ വെട്ടിക്കൂട്ടിയ ഈ കൊടും ദുഷ്ടനല്ലേ നിന്റെയൊക്കെ നേതാവ്? നിന്റെയൊക്കെ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയുണ്ടല്ലോ, ഈ മലപ്പുറം ജില്ലയുടെ മലപ്പുറം എന്ന് പറയുന്ന പ്രദേശമുണ്ട്, അതിന്റെ KSRTC സ്റ്റാൻഡ് ഉണ്ട്. എന്തായാലും പറയാൻ കാരണം എന്നറിയുമോ? ഈ KSRTC സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു ഇരുനില വലിയ മന്ദിരം നിൽക്കുന്നുണ്ട്. ആ മന്ദിരത്തിന്റെ പേരെന്തെന്നറിയാമോ? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക മന്ദിരം. ആരാ അത് ഉണ്ടാക്കിയത്? ഈ മലപ്പുറത്തെ മതേതരന്മാരായിട്ടുള്ള മുസ്ലിം ലീഗുകാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടാക്കിയ ഒരു വലിയ, ഈ സർക്കാരിന്റെ കീഴിലുള്ള, അപ്പൊ ഈ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള വലിയൊരു മന്ദിരമാണ്, കമ്മ്യൂണിറ്റി ഹാളാണ്. ഈ കമ്മ്യൂണിറ്റി ഹാളിന് പേര് കൊടുത്തത് ഈ കൊടും ഭീകരന്റെയാണ്. അപ്പോൾ നീയൊക്കെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന കൊടും മുസ്ലിം ഭീകരനുണ്ടല്ലോ, അവൻ നിന്റെ നേതാവാണെങ്കിൽ 100 കണക്കിന് ആളുകളെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊന്നൊടുക്കുകയും ഇന്നും ചത്തമാരി ചീഞ്ഞ് അളിഞ്ഞ് ചാവാനിരിക്കുന്ന ഈ അബ്ദുൽ നാസർ മദനി ഉണ്ടല്ലോ, ഇവൻ നിന്റെ നേതാവാണോ? ഇവൻ പ്രസംഗിച്ച് കളഞ്ഞത് കണ്ടോ? ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയത് ഒരിക്കലും തെറ്റല്ല എന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഭീകരവാദികൾ നേതാവായിരിക്കുന്ന ഒരു മുസ്ലിമാൻ അല്ലാത്ത ഏതെങ്കിലും മുസ്ലിമാൻ ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്നിട്ട് കാര്യം പേരും അഡ്രസ്സും ഒന്ന് പറയണേ. അവരെ നമ്മൾക്ക് നല്ല മുസ്ലിങ്ങൾ
ആളുകൾ എന്ന് പറയാം. അത്തരത്തിലുണ്ട്. ആരെന്നറിയാമോ? ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള, നമ്മൾക്കറിയാം ഇന്നിപ്പോൾ മലപ്പുറത്തിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന സലാം സാർ ഉണ്ട്, അബ്ദുൾ സലാം സാർ. അത്തരത്തിലുള്ള എണ്ണിയാൽ ചെറിയ ചെറിയ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ നമ്മൾ എഴുതി എടുത്തു പറയും നല്ല മുസ്ലിങ്ങൾ തന്നെയാണ് എന്നുള്ളത്. അല്ലാതെ ഇവനെ പോലത്തെ ഭീകരന്മാർ നേതാവായിരിക്കുന്ന നിന്നെയൊന്നും ഒരിക്കലും നല്ല മുസ്ലിങ്ങൾ എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നല്ല മുസ്ലിങ്ങളുണ്ട്, എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയല്ല, ഭീകരന്മാരല്ല, വർഗീയവാദികളല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം തരിക. ഈ മദനി എന്ന് പറയുന്ന കൊടും ഭീകരൻ, ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയത് ശരിയാണ്, ഇതല്ല ചെയ്യേണ്ടിയിരുന്നത്, കഴുത്താണ് വെട്ടേണ്ടത്, ഫുട്ബോൾ പോലെ കഴുത്ത് വെട്ടിയിട്ട് പറത്തണം എന്ന് പറഞ്ഞ ഈ ഭീകരൻ, വാരിയംകുന്നത്ത് കുഞ്ഞാമത് ഹാജി, അയാൾക്ക് 2ാമത് സ്മാരകം വരികയാണ് ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. അതിനും ഏകദേശം 50 ലക്ഷം രൂപ എവിടെന്നാ എടുത്ത് കൊടുക്കണമെന്ന് അറിയാമോ? ഞാനടക്കമുള്ള, എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതി കാശെന്നാ എടുത്ത് കൊടുക്കുന്നത്, അല്ലാതെ ഈ സുഡാപ്പികളുടെ ഒന്നും തറവാട്ട് സ്വത്ത് എടുത്ത് കൊണ്ട് കൊടുക്കുന്നതല്ല, പിന്നെ ബ്ലാക്ക് മണി വരുത്തിക്കൊണ്ട് കൊടുക്കുന്നതല്ല. നികുതി കാശ് എടുത്തുകൊണ്ടാണ് ഈ വൃത്തികെട്ടവൻ, ഈ ഭീകരന് 13,000-ലധികം വരുന്ന ഹൈന്ദവരെ വെട്ടിക്കൂട്ടി കൊലപ്പെടുത്തിയ ആ കൊടും ദുഷ്ടന് അടുത്ത സ്മാരകം വരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഇവന്മാരെയൊക്കെ നേതാവാക്കി നടക്കുന്ന നിന്നെയൊക്കെ നല്ല മുസ്ലിങ്ങൾ എന്ന് വിളിക്കാൻ അതിന് ഇച്ചിരി വിളിക്കും, അതിന് ഞമ്മള് വിളിക്കൂല, ഞമ്മക്ക് അറിയാം എന്താണ് ഇവിടെ എന്നുള്ളത്. കൃത്യമായിട്ട് ഞമ്മളും ഇവിടെ തന്നെയാണ്, ഞമ്മക്കറിയാം ആരാണ് നല്ലത് ചീത്ത ആരാണ് എന്നൊക്കെ അറിയാം. ഇന്ന് ഞാനിപ്പോ കുറച്ച് ഒരു ടൗണിലൂടെ പോയ സമയത്ത് ഒരു കടയിൽ കയറി. ആ കടയിൽ കയറിയ സമയത്ത് പഴയ എൻ്റെ ഒരു അയൽക്കാരനെ കണ്ടു. അയൽക്കാരൻ എന്ന് പറഞ്ഞാല് അന്ന് ഞാൻ ആ നാട്ടിലുള്ള സമയത്ത്, ഞാൻ എനിക്ക് തോന്നുന്നു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയം, ആ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ തെങ്ങുമല കയറാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കാക്കയുണ്ട്. അയാളുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോ നമ്മുടെ മുതുകാട് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ഒക്കെ ജന്മസ്ഥലമാണ്. പുള്ളിയുടെ എൻ്റെ സ്ഥലമൊക്കെ ജന്മസ്ഥലം ഒരേ സ്ഥലമാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഷോപ്പില്, മലപ്പുറത്തെ ഒരു ഷോപ്പിൽ കയറിയ സമയത്ത്, അപ്പൊ ഞാൻ അവിടെ ഈ തെങ്ങ് കയറ്റക്കാരനായിട്ടുള്ള എന്റെയും മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ഒക്കെ ജന്മദേശമായിട്ടുള്ള കവളമുക്കട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയുള്ള ആ ചങ്ങാതിയുടെ മകനെ കണ്ടു. ആ മകനെ ഞാൻ കണ്ട സമയത്ത് ഈ മകന്റെ കൂടെ അവനേക്കാൾ വലിപ്പമുള്ള വേറൊരു മകനുണ്ട്. വെള്ളയും വെള്ളി ഇട്ട് നിൽക്കുന്നുണ്ട്, മറ്റേ നൂൽപൊട്ട് തൊപ്പിയുണ്ട്, വെള്ള തൊപ്പിയുണ്ട്. അപ്പൊ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ ദർസിലേക്കാണോ എന്ന് വെച്ചാൽ അതേ പോയി കേട്ടാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവന് 4 മക്കളാണ്. മാത്രമല്ല ഈ മതം പുഴുങ്ങി ജീവിക്കുന്ന കുടുംബങ്ങളാണ്. എന്നാൽ ഇവർ കുറെ വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു എന്നറിയാമോ? മതേതരന്മാർ തന്നെയായിരുന്നു, അതായത് ജനകീയന്മാർ തന്നെയായിരുന്നു. ഒരു ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും തെങ്ങ് ഏതൊക്കെ മനുഷ്യന്റെ വീട്ടിലുണ്ടോ ആ വീട്ടിലൊക്കെ തേങ്ങ ഇടുന്ന ഒരു മനുഷ്യനായിരുന്നു ഇവരുടെ ബാപ്പ. പക്ഷെ ഇന്ന് പുതിയ തലമുറ മാറിയിരിക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പഴയ തലമുറ ഒക്കെ നമ്മൾക്കറിയാം, പഴയ കാലത്ത് വേലിക്കെട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നമ്മൾക്ക് നടവഴിയൊക്കെ നമ്മുടെ ഓരോ വീടിന്റെ മുന്നിൽ കൂടി ആയിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് മതില് കെട്ടി തിരിക്കപ്പെട്ടിട്ടുണ്ട്, മതം തിരിക്കപ്പെട്ടിട്ടുണ്ട്, മതം കൊണ്ട് മതില് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞമ്മന്റെ ആളുകളൊക്കെ എല്ലാവരും വിശുദ്ധ ആളുകൾ, മറ്റവരൊക്കെ കാഫിറുകളൊക്കെ മറ്റവന്മാരാണെന്ന് പറയുന്ന ആ നല്ല മുസ്ലിങ്ങൾ എന്റെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് മേലാൽ ഇങ്ങനത്തെ കമന്റ് ഇട്ടല്ല മുസ്ലിങ്ങൾ ഒരുപോലെ അല്ല എന്ന് പറയുന്നവർ എന്റെ ഈ ചോദ്യത്തിന് ഉത്തരം തരിക, അത്ര മാത്രമേ വേണ്ടതുള്ളൂ. ഈ പറയുന്ന മദനി എന്ന് പറയുന്ന ഭീകരനും 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെ മതം മാറാൻ സമ്മതിക്കാത്ത ആളുകളെ വെട്ടിക്കൂട്ടിയ ഈ പറയുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും നേതാവായിട്ടുള്ള ഒരുത്തനെയും ഞാൻ മുസ്ലിങ്ങളെ ഇനി പയ്യില്ല, അവരൊക്കെ ഭീകരന്മാർ തന്നെയാണ്. ഈ പറയുന്ന ഈ നേതാക്കന്മാരായി കാണുന്നത്, ഇവന്റെയൊക്കെ പാതയിലൂടെ സഞ്ചരിക്കുന്നവന്മാരൊക്കെ ഭീകരവാദികൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, പക്ഷേ ഭീകരവാദികളൊക്കെ മുസ്ലിങ്ങളാണ് താനും. അപ്പൊ അതിന് ഉത്തരം ഉണ്ടെങ്കിൽ തരിക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.